Hello friends, welcome to SAC, Centers Tuition Center Madathumbadi and Puthumelikara. Please subscribe to our YouTube channel for new updated videos and also visit centerstuition.blogspot.in. Class Plus 2 Commerce Accountancy, first chapter Accounting for Not-for-Profit Organization Part 5, Receipt and Payment Account. Class by Sunny Thomas City. Receipt and Payment Account. എന്താണ് ഈ receipt and payment account എന്ന് പറയുന്നത്? It's very simple. It is similar to cash account, cash book. We know that cash account is based on the rule real account rule. What is the rule of real account? We know that in accounting there are two sides, the left side and right side. ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ച് രണ്ട് സൈഡുകളുണ്ട്, ഇടതുവശവും വലതുവശവും. ലെഫ്റ്റ് എന്ന് നമ്മൾ പറയാറില്ല, പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഡെബിറ്റ് സൈഡ്. റൈറ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അക്കോർഡിംഗ് ടു റിയൽ അക്കൗണ്ട് റൂള് ബിസിനസ്സിലേക്ക് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. സോ ബിസിനസ്സിലേക്ക് എന്ത് കിട്ടിയാലും അത് ഈ സൈഡിൽ എഴുതാം. ഓക്കെ, ആൻഡ് ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. ബിസിനസ്സിന് എന്ത് പുറത്തേക്ക് പോയാലും അത് ഈ സൈഡിൽ എഴുതാം. ക്ലിയർ? ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലും ചെയ്യുന്നത്. റെസീപ്റ്റ് നമ്മൾ ഇവിടെയും പേയ്മെന്റ് നമ്മൾ ഈ സൈഡിലും കാണിക്കും. റെസീപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരുന്നതൊക്കെ റെസീപ്റ്റ്. ഓക്കെ, പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പേയ്മെന്റ്. അത്രയും മനസ്സിലായോ? ഇനി അറിയേണ്ടത് കിട്ടാനുള്ളത് റെസീപ്റ്റായിട്ട് കരുതരുത്, അതുപോലെ കൊടുക്കുവാനുള്ളതും റെസീപ്റ്റായിട്ട് കരുതരുത്. അതായത് നമുക്കിപ്പോൾ അക്രൂഡ് ഇൻകം, പൈസ കിട്ടുവാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ശമ്പളം കൊടുക്കാനുണ്ട്, അതൊന്നും ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത, എല്ലാ വർഷത്തെയും, അതായത് ബിസിനസ് തുടങ്ങി ഇന്നലെ വരെയുള്ള എല്ലാ റെസീപ്റ്റും ഇതിനകത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ സപ്പോസ് ഇപ്പോൾ റെന്റ് റിസീവ്ഡ്, നമുക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടെന്നായിരിക്കും, പള്ളിക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടമുണ്ട്, അവിടെ നിന്ന് റെന്റ് കിട്ടുന്നുണ്ട്, എല്ലാ മാസം കിട്ടുന്നുണ്ട്. എന്ന് മുതൽ റെന്റ് നമ്മൾ തുടങ്ങിയോ അന്ന് മുതലുള്ള ടോട്ടൽ എമൗണ്ട് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടാവും. അല്ലാതെ ജനുവരി മാസത്തെ പൈസ ഇത്ര കിട്ടി, ഫെബ്രുവരി, അങ്ങനെയല്ല. ടോട്ടൽ ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ദ ഓൾ റെന്റ്. മനസ്സിലായോ? കിട്ടിയോ? അതുപോലെ പേയ്മെന്റ് സൈഡിലും ഓരോ മാസത്തെ പേയ്മെന്റ് സെപ്പറേറ്റ് അല്ല, നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ ഇന്നലെ വരെയുള്ള എല്ലാ പേയ്മെന്റ്സും ഈ സൈഡിൽ കാണും. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞത് പേയ്മെന്റ് കൊടുത്താൽ മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ. അതുപോലെ നമുക്ക് ക്യാഷിന്റെ രൂപത്തിൽ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇവിടെ എഴുതുകയുള്ളൂ. സോ ഇറ്റ് ഈസ് വെരി സിമിലർ ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ ഇതുപോലെ ഡെബിറ്റ് വാട്ട് കംസ്, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെ, ക്ലിയർ? ദിസ് ഈസ് സിംപ്ലി എ സമ്മറി ഓഫ് ദ ക്യാഷ് ട്രാൻസാക്ഷൻസ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. There is no credit transactions in receipt and payment account. Okay, as in the cash book. Cash book ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ analyzed and classified under suitable headings. എന്താ suitable headings എന്ന് പറയുമ്പോൾ റെന്റിന്റെ ഹെഡിങ്സിൽ എല്ലാ റെന്റും ഉണ്ടാവും കിട്ടിയിരിക്കുന്നത് എല്ലാ വർഷത്തെയും. മനസ്സിലായോ? അങ്ങനെ ഓരോ എക്സ്പെൻസും നമുക്ക് ഓരോ ഹെഡായിട്ട് തിരിച്ച് ചെയ്യാം. ഓക്കെ, ഇൻക്ലൂഡിംഗ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടി അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് ബി ഡി, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ കണക്ക് ചെയ്തിട്ട് ബാക്കി വന്നിരിക്കുന്ന പൈസ, അതാണ് ക്യാഷ് ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ നമ്മൾ റെസീപ്റ്റ് എല്ലാം എഴുതി, ദെൻ പേയ്മെന്റ് ഒക്കെ എഴുതി, അതിന് ശേഷം ബാലൻസ് വരും, ബാലൻസ് സി ഡി. ഓക്കെ, ബാലൻസ് സി ഡി നമുക്ക് ഏത് സൈഡിൽ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. ബാലൻസ് ബി ഡി എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇറ്റ്സ് ക്ലോസിംഗ് ബാലൻസ് ഇൻഡിക്കേറ്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് അറ്റ് ദ ഇയർ എൻഡ്. അപ്പോൾ അവസാനം ബാലൻസ് വന്നാൽ അതിന്റെ മീനിങ് എന്താ? ഇത്രയും രൂപ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ഡ്യൂറിംഗ് ദ ഹോൾ ഇയർ ആർ റെക്കോർഡ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ഹാൻഡ്, ദാറ്റ് ഈസ് ഡെബിറ്റ് സൈഡ്. സാർ നേരത്തെ പറഞ്ഞ പോലെ ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് എല്ലാം ഹോൾ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇതുവരെയുള്ള എല്ലാ വർഷത്തെയും നമ്മൾ എവിടെ എഴുതും? ലെഫ്റ്റ് സൈഡിൽ, ഡെബിറ്റ് സൈഡിലെ. While all the cash payments during the whole year written on its right hand. വലതുവശം നമ്മൾ എന്ത് എഴുതും? എല്ലാ പേയ്മെന്റ്സും എഴുതും. മനസ്സിലായോ? അറേഞ്ച്ഡ് ഇൻ എ ക്ലാസിഫൈഡ് ഫോം. ക്ലിയർ? ഓക്കെ, ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ് ഓഫ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചർ ആർ റെക്കോർഡഡ് ഹിയർ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി.
ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ്. വളരെ ശ്രദ്ധിക്കണം, ക്യാഷിന്റെ രൂപത്തിലുള്ള റെസിപ്റ്റും ക്യാഷിന്റെ രൂപത്തിലുള്ള പേയ്മെന്റും. മനസ്സിലായോ? ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചർ. അപ്പോൾ എന്താണ് ഈ ക്യാപിറ്റൽ നേച്ചറും റവന്യൂ നേച്ചറും? അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 4 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടി അക്കൗണ്ടിൽ, അതായത് നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമുക്ക് ഈ സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ് പി ഡി, ഈ സൈഡിൽ എന്ത് വരും? കോമൺലി ക്ലോസിംഗ് ബാലൻസും വരും. ഓക്കെ, ഇവിടെ നമുക്ക് ക്യാപിറ്റൽ അല്ലെങ്കിൽ റവന്യൂ നേച്ചറായിട്ടുള്ള റെസിപ്റ്റ് വരാം. റെസിപ്റ്റ് ഏത് നേച്ചർ? ക്യാപിറ്റൽ നേച്ചർ വരാം, അല്ലെങ്കിൽ റവന്യൂ നേച്ചർ വരാം. ഓക്കെ, ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. ഹിയർ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ പേയ്മെന്റ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ നേച്ചറിൽ വരാം, റവന്യൂ നേച്ചറിൽ വരാം. ക്ലിയർ? ഓക്കെ, യൂഷ്വലി ബാലൻസ് ഈ സൈഡിൽ വരും. നമ്മളപ്പോൾ അടുത്ത വർഷത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇവിടെ വരും, ലൈക്ക് ക്യാഷ് ബുക്ക് പോലെ. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്ന്. ലൈക്ക് ദിസ്, നമുക്കിവിടെ കോളം ആയിട്ട് തിരിക്കാം. ഇവിടെ റെസിപ്റ്റ്, റെസിപ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ്, ബാലൻസ് ബി ഡി. അതുപോലെ പേയ്മെന്റ് സൈഡിൽ നമുക്ക് ബാലൻസ് സി ഡി, ക്ലോസിംഗ് ബാലൻസ്. പിന്നെ റെസിപ്റ്റ് സൈഡിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെങ്കിൽ പേയ്മെന്റ് സൈഡിൽ ക്യാപിറ്റൽ പേയ്മെന്റ്സ്. ഇവിടെയാണെങ്കിലോ റവന്യൂ റെസിപ്റ്റ്സ് ആണെങ്കിൽ ഇവിടെ റവന്യൂ പേയ്മെന്റ്സ്. ഓക്കെ, ക്ലിയർ? ഈ ക്യാപിറ്റൽ പേയ്മെന്റ്സ് ആണ് ഉദ്ദേശിച്ചത് ക്യാപിറ്റൽ നേച്ചർ എന്നാണ്. ക്ലിയർ? സോ ദീസ് ആർ ദ മെയിൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് യൂഷ്വലി നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് അതിനകത്തൊന്ന് നോക്കാം. ഡൊണേഷൻസ്. ഡൊണേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാവനയായിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ടോ ഒക്കെ കിട്ടുന്ന പൈസയാണ്. അത് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് പൊതുവായിട്ട് കൊടുക്കുക. ആൾക്കാർ 10,000 രൂപ ഞാൻ കൊടുത്തു, പള്ളിക്ക് ഒരു 10,000 രൂപ ഞാൻ സംഭാവന കൊടുത്തു. പിന്നെ സ്പെസിഫിക് പർപ്പസിന് കൊടുക്കുക. ചിലപ്പോൾ പള്ളിയിൽ ഒരു ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഞാൻ ആ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ സംഭാവന കൊടുത്തു. അല്ലെങ്കിൽ അമ്പലത്തിൽ ഒരു എന്തെങ്കിലും ബിൽഡിങ്, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസിന്, ഇപ്പോൾ ഉത്സവം നടത്താൻ അല്ലെങ്കിൽ പെരുന്നാൾ നടത്താൻ അങ്ങനെ കൊടുക്കുന്ന അതാണ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ എൻട്രൻസ് ഫീസ്. എൻട്രൻസ് ഫീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഫീസ് ഉണ്ട്. അതായത് നമ്മൾ മാസം മാസം അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ വർഷത്തിൽ പുതുക്കേണ്ടതൊക്കെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഒരു എന്താ പറയുക, രജിസ്ട്രേഷൻ ഫീസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, എൻട്രൻസ് ഫീസ്. നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ ഫീസ് ഒരു 100 രൂപ അടയ്ക്കണം. അതിനുശേഷമാണ് നിങ്ങൾക്ക് മറ്റു ഫീസുകൾ അടയ്ക്കേണ്ടത്. അത് മാസം മാസം അടയ്ക്കേണ്ട ഫീസുകളല്ല. എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു 10 രൂപ കൊടുത്തിട്ട് വേണം ചേരാൻ എന്നൊക്കെ പറയില്ലേ, അതാണ് എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലൈബ്രറി ചെന്നു, ലൈബ്രറിയിൽ ബുക്ക് എടുക്കണം. അപ്പോൾ നിങ്ങളൊരു 100 രൂപ മിനിമം ആദ്യം കൊടുക്കണം, അത് എൻട്രൻസ് ഫീസ്. പിന്നെ നിങ്ങൾ മാസം മാസം 10 രൂപ കൊടുക്കുന്നത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? ഈ 100 രൂപ നിങ്ങൾ ആദ്യം കൊടുക്കുന്നത് പിന്നെ കൊടുക്കണ്ട, എല്ലാ വർഷവും കൊടുക്കണ്ട, നിങ്ങൾ സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ, ദെൻ ലെജസീസ്. ലെജസീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കണം എൻ്റെ മരണശേഷം പള്ളിക്ക് എഴുതി കൊടുക്കാം എൻ്റെ സ്വത്തുക്കൾ. അപ്പോൾ ഞാൻ എഴുതി കൊടുത്തു. അപ്പോൾ പള്ളിക്ക് കുറേ പൈസ കിട്ടി. മനസ്സിലായോ? അങ്ങനെ ഒരാൾ ഇഷ്ടദാനമായിട്ട് തരുന്ന അതാണ് നമ്മൾ ലെജസീസ് എന്ന് പറയുന്നത്. അടുത്ത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. പള്ളിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി, ചിലപ്പോൾ ഷെയർ ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ലാൻഡോ എന്തെങ്കിലും ആയിരിക്കും, അത് വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസയാണ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റുകൾ ലാൻഡ്, ബിൽഡിംഗ് എന്തും ആവും, അത് വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസയാണ് സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്. അത് സബ്സ്ക്രിപ്ഷൻ ചാർജാണ്. അതായത് വരിസംഖ്യ എന്നൊക്കെ പറയും. ഇപ്പം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ സംഘങ്ങളുണ്ടാവും. സംഘങ്ങളിൽ ഇങ്ങനെ 10 രൂപ വെച്ച് ആഴ്ചയിൽ അടക്കണം, അല്ലെങ്കിൽ മാസം 10 രൂപ വരിസംഖ്യ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് തന്നെയാണ് ഈ സംഭവം സംസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ 1000 രൂപ കൊടുക്കണമെങ്കിൽ പിന്നെ എനിക്ക് മാസം മാസം 10 രൂപ വെച്ചൊന്നും കൊടുക്കണ്ട, ലൈഫ് ലോങ് മെമ്പർഷിപ്പ് കിട്ടും. പിന്നെ ഫീസ് നമ്മൾ പുതുക്കേണ്ട, ഒന്നും ചെയ്യണ്ട. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എന്താണ് പുതുക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് എന്താണ് വർഷങ്ങളോളം ഉപയോഗിക്കാം, ലൈഫ് ലോങ്, നമ്മൾ ചാവണ വരെ. അതാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. അത് ഇത്തിരി കൂടുതലായിരിക്കും. സാധാരണ ഇപ്പോൾ ലൈബ്രറിയിലൊക്കെ നമുക്ക് ഒരു 1000 രൂപയൊക്കെ വരും. ഓക്കെ, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. അപ്പോൾ പള്ളിയാണെങ്കിലും എവിടെയാണെങ്കിലും എന്താ ന്യൂസ് പേപ്പേഴ്സ് ഇഷ്ടംമാരുണ്ടാവും, അത് നമ്മൾ വിൽക്കുന്നു. ദെൻ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. ഇപ്പോൾ സ്പോർട്സ് ക്ലബ്ബ് ആണെങ്കിൽ പഴയ സ്പോർട്സ് മെറ്റീരിയൽ ഉണ്ടാവും, അതൊക്കെ വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. നമുക്കറിയാം ഒരു പള്ളിയിലും അമ്പലത്തിലൊക്കെ ഒരുപാട് പൈസ വരും. അപ്പോൾ നമ്മളത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടും.
അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ഷെയറിലാവാം, മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആവാം, മ്യൂച്വൽ ഫണ്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്. ഓക്കെ. പ്രൊസീഡ്സ് ഫ്രം ചാരിറ്റി ഷോസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജോസ് മാവേലി അനാഥാലയത്തിന്റെ പിള്ളേരുടെ ഷോ നടത്തുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഷോ അല്ലെങ്കിൽ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമല്ലോ ക്ലബിന്റെ പേരിൽ, അപ്പോൾ കിട്ടുന്ന പൈസ. ദെൻ സെയിൽ ഓഫ് സ്ക്രാപ്പ്. സ്ക്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന എക്സ്ട്രാ സംഭവത്തിനാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു വെളിച്ചെണ്ണ നമ്മൾ ആട്ടിക്കഴിഞ്ഞാൽ, കൊപ്രാട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിണ്ണാക്ക് ഉണ്ടാവും. പിണ്ണാക്ക് ഒരു സ്ക്രാപ്പാണ്. അതുപോലെ ക്ലബിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എന്തെങ്കിലും ഒരു സ്ക്രാപ്പ് ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് സ്പോർട്സ് മെറ്റീരിയൽസ്, നമ്മളൊരു ടൂർണമെന്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങൾ ബാക്കി വന്നു. പിന്നീട് നമുക്ക് ഇനി അടുത്ത ടൂർണമെന്റിലേക്ക് അത് സൂക്ഷിച്ചു വെക്കണ്ട, അല്ലെങ്കിൽ പിന്നീട് വേറെ പുതിയത് വേണം. അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വിറ്റു. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വേസ്റ്റ് വന്നു, കുറേ സാധനങ്ങളൊക്കെ. ആ വേസ്റ്റ് അല്ല, അതിന് എന്തെങ്കിലുമൊക്കെ വിലയുണ്ടാവും, നമ്മളത് കൊടുത്ത് കാശാക്കി. അതാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ്. ഗ്രാൻഡ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ചിലപ്പോൾ സഹായിക്കും ക്ലബ്ബുകളെയും മറ്റു സ്ഥാപനങ്ങളെയൊക്കെ. അപ്പോൾ സർവീസ് സ്ഥാപനങ്ങളൊക്കെ സഹായിക്കുമ്പോൾ ഗവൺമെന്റിന് കിട്ടുന്ന ഗ്രാൻഡാണ് ഗ്രാൻഡ് എയ്ഡ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ഓൺ സ്പെസിഫിക് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് ഫണ്ടിന്, ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകളുടെ ഇടയിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്തു. അത് നമ്മൾ കയ്യിൽ വെക്കില്ല, നമ്മളൊരു ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുവിടും. അപ്പോൾ പണിയുന്ന വരെയും ആ ബാങ്ക് അക്കൗണ്ടിൽ അത് കിടക്കും. അവിടെ നിന്ന് കിട്ടുന്ന പൈസയാണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ഓർ ഡിവിഡൻഡ് ഓൺ സ്പെസിഫിക് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ദെൻ മിസ്ലാനിയസ് റിസീവ്, അല്ലറ ചില്ലറ എന്താണ് കിട്ടുന്ന മറ്റ് റെസിപ്റ്റ്സ് ഒക്കെ. ദെൻ ഈ പേയ്മെന്റ്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. നമുക്ക് ചിലപ്പോൾ മെഷീനറി വാങ്ങിക്കേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ഫർണിച്ചർ വാങ്ങിക്കേണ്ടി വരും. നമ്മൾ വാങ്ങിക്കുന്ന ഫിക്സ്ഡ് അസറ്റിന്റെ ചിലവാക്കുന്ന പൈസയാണ്. പിന്നെ പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ. ഇപ്പോൾ സ്പോർട്സ് ക്ലബ്ബ് ആണെങ്കിലാണ് ഈ കേസുള്ളൂ. സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ പൈസ വരുന്നു. ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെക്യൂരിറ്റീസിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്താണ് അങ്ങോട്ട് കൊടുക്കുന്നത്. ഡെപ്പോസിറ്റ് നമ്മളെ സംബന്ധിച്ച് പേയ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അറിയാലോ, നിങ്ങൾ ചെറുപ്പം മുതൽ പഠിക്കുന്നതാണ്. പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേഷനറി, പേന, മറ്റു സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ, അതൊക്കെ വാങ്ങിക്കുന്ന പൈസ. പോസ്റ്റേജ് ആൻഡ് കൊറിയർ ചാർജസ്, അതൊക്കെ മനസ്സിലാവും. അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങൾ, വേജസ് ആൻഡ് സാലറി, കൂലിയും അതുപോലെ ശമ്പളം. ഹൊണേറിയം, ഇത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഹൊണേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ജോലി സ്ഥലത്ത് എംപ്ലോയി അല്ലാത്ത ഒരാൾ, ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ സ്കൂളിൽ വന്നിട്ട് ഒരു ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്കൂളിലെ എംപ്ലോയി അല്ല, പക്ഷെ ഞാൻ വൈകുന്നേരം വരെയും ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ തരുന്നു. അതെന്താണ്, ഹൊണേറിയം. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു ചിത്രരചന പ്രദർശനം വെച്ചു, അപ്പോൾ ചിത്ര വരയ്ക്കാനായിട്ട് ഒരാൾ വന്നു, അയാൾക്ക് നിങ്ങൾ ബഹുമാനത്തോടെ കുറച്ച് പൈസ കൊടുക്കും. അതെന്താണ്, ഹൊണേറിയം. മനസ്സിലായോ? ടെലിഫോൺ ചാർജസ്, അതറിയാലോ. ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ചാർജസ്, അതറിയാം. റിപ്പയർ ആൻഡ് റിന്യൂവൽസ്. റിപ്പയർ അറിയാലോ. എന്താ റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷീനോ ഫർണിച്ചറോ എന്തെങ്കിലും റിപ്പയർ ചെയ്യുമ്പോൾ, റിന്യൂവൽ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പുതുക്കുന്നത്. അപ്കീപ്പ് ഓഫ് പ്ലേ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിക്കറ്റ് ക്ലബ്ബൊക്കെ ആണെങ്കിൽ ആ പ്ലേ ഗ്രൗണ്ടൊക്കെ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ചിലവാക്കുന്ന പൈസ. കൺവീനിയൻസ് ചാർജ് അറിയാലോ, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ ബസ്സിനൊക്കെ, അതിന് വരുന്ന പൈസകൾ. സബ്സ്ക്രിപ്ഷൻ ഫോർ പീരിയോഡിക്കൽസ്, ഇപ്പോൾ നമ്മൾ മനോരമയോ മംഗളോ അല്ലെങ്കിൽ സ്പോർട്സ് മാഗസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമല്ലോ, അതിനുവേണ്ടി കൊടുക്കുന്ന പൈസയാണ് എന്ത്, പീരിയോഡിക്കൽസ്. പീരിയോഡിക്കൽസ് പറഞ്ഞാൽ ഒരു പീരീഡിന് ശേഷം വന്നുകൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ ആഴ്ചയിൽ വരും, ചിലപ്പോൾ മാസത്തിൽ. ഓഡിറ്റ് ഫീസ്, നമ്മളെ അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യാനായിട്ട് ഓഡിറ്റർ വരുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ഫീസാണല്ലോ ഓഡിറ്റ് ഫീസ്. എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്, ചിലപ്പോൾ നമ്മൾ ടൂർ പോകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ വെക്കും, അതിനുവേണ്ടി ചിലവാക്കുന്ന പൈസയാണ് എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്. മുനിസിപ്പൽ ടാക്സസ്, നമ്മൾ ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് മുനിസിപ്പൽ ടാക്സസ്. ദെൻ ചാരിറ്റി, നമ്മൾ ചാരിറ്റി പ്രവർത്തനം, പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുക, അല്ലെങ്കിൽ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യും. ചിലപ്പോൾ വീട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരും. അതാണ് ചാരിറ്റി. ഇൻഷുറൻസ്, നമ്മുടെ മെറ്റീരിയലൊക്കെ ഇൻഷുറൻസ് ചെയ്യും, നമ്മൾ അസറ്റൊക്കെ ഇൻഷുറൻസ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്ന പൈസയാണ് ഇൻഷുറൻസ്. പൊതുവെ ഇത്രയാണ്. അത് കൂടാതെ ഇനി ബാക്കി നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റും അതൊക്കെ എവിടെ വരുന്നു കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, സോ സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, ടേക്ക് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് എൻറ്ററിംഗ് ദം ഓൺ ദ ഡെബിറ്റ് സൈഡ്. അതായത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എടുക്കുക, എന്നിട്ട് അത് എന്ത് ചെയ്യാം, ഡെബിറ്റ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻ കേസ്
there is bank overdraft at the beginning of the year. Enter the same on the credit side of this account. Bank overdraft തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇവിടെയാണ് എഴുതേണ്ടത്. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡ് കിട്ടിയോ? ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ. Then step 2. Show the total amounts of all receipts on its debit side, irrespective of their nature, whether capital or revenue, and whether they pertain to past, current, and future periods. അതായത് ഇപ്പോൾ നമ്മൾ റെസിപ്റ്റ് തയ്യാറാക്കുന്നത് 2015 വിചാരിക്കും. 2014 അല്ലെങ്കിൽ 2016 പീരീഡ്സിലെ ടോട്ടൽ റെസിപ്റ്റ് 2016 നമുക്ക് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ 14 പൈസ നമുക്ക് 15 കൊണ്ടു തന്നിട്ടുണ്ടാവും. എനിവേ, ഏത് പീരീഡിലാണെന്നുള്ളത് ഇമ്പോർട്ടൻസ് ഇല്ല. ഏത് പീരീഡിലായാലും ഓൾ റെസിപ്റ്റ് നമ്മളിവിടെ എഴുതണം, ഡെബിറ്റ് സൈഡ് എഴുതണം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദെൻ സിമിലാർലി ഇതേപോലെ തന്നെ പേയ്മെൻറ്റ്സ് ഇവിടെ എഴുതാം, ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ എങ്ങനെ വരും? ഓൾ റെസിപ്റ്റ് ഇവിടെ, ഓൾ പേയ്മെൻറ്റ്സ് ഈ സൈഡിൽ. ഓക്കെ. Then step 4. None of the receivable income and payable expense is to be entered in this account as they do not involve inflow or outflow of cash. അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ വരുന്നില്ല, പോകുന്നില്ല, കിട്ടാനുണ്ട്. മനസ്സിലായോ? റിസീവബിൾ. ഓക്കെ. പേയബിൾ, കൊടുക്കാനുണ്ട്. ഇത് രണ്ടും എഴുതാൻ പാടില്ല. വെരി സിമ്പിൾ അല്ലേ? നമുക്ക് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല. കാരണം ഇറ്റ് ഈസ് ലൈക്ക് ടു ക്യാഷ് ബുക്ക്. ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം എഴുതാൻ പാടുള്ളൂ. ഓക്കെ. ദെൻ ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് ആൻഡ് ദ ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ അക്കൗണ്ട് ആൻഡ് എൻ്റർ ദ സെയിം ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ആസ് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ബാങ്ക്. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ബാലൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടെ എന്താണ് ബാലൻസ് സി ഡി എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡ് എഴുതാം. ഓക്കെ. In case, ചിലപ്പോൾ, however, the total of the credit side is more than that of the total of the debit side. ചില സമയത്ത് എന്താണ്, ഇവിടെ കൂടുതൽ പൈസ, ഇവിടെ കുറവുള്ളൂ. അപ്പോൾ ബാലൻസ് എവിടെ വരും? സി ഡി. ഇവിടെയാണ്, ഈ സൈഡിൽ ബാലൻസ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ഡെബിറ്റ് സൈഡ് എന്ത് വരും? ബാലൻസ് വരും. അങ്ങനെയാണെങ്കിൽ ആ ബാലൻസിന് നേരെ നിങ്ങൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എഴുതണം. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഈ അക്കൗണ്ട് ക്ലോസ് ആയിപ്പോയി, ഇനി ബാലൻസ് ഇല്ല. ഇനി നെക്സ്റ്റ് ഇയർ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡ് എഴുതും. എന്ത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബി ഡി. കണ്ടോ? ക്ലിയർ? ഓക്കെ. എന്തൊക്കെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിന്റെ സൈലന്റ് ഫീച്ചേഴ്സ് അഥവാ ക്യാരക്ടറിസ്റ്റിക്സ്? ചിലപ്പോൾ പരീക്ഷയ്ക്ക് 5 മാർക്ക് ചോദിക്കും, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്സ് എന്ന് ചോദിച്ചിരിക്കാം. ചിലപ്പോൾ സ്റ്റെപ്സ് ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ സ്റ്റെപ്സ്. അപ്പം കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ച സ്റ്റെപ്സുകൾ നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി സൈലന്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഒന്ന്, ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിന്റെ ഒരു ടോട്ടൽ സമ്മറി അതിനകത്ത് കാണിക്കുന്നത്. ഇറ്റ് ഈസ് ഫോം ഈസ് ഐഡന്റിക്കൽ വിത്ത് ദാറ്റ് ഓഫ് സിമ്പിൾ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് പോലെയാണ്, വിത്തൗട്ട് ഡിസ്കൗണ്ട് ആൻഡ് ബാങ്ക് കോളംസ്. ഡിസ്കൗണ്ടും ബാങ്ക് കോളം സെപ്പറേറ്റ് ആയിട്ടില്ല എന്നുള്ളൂ. വിത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്സ്. റെസിപ്റ്റ് ആർ റെക്കോർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. റെസിപ്റ്റ് ഡെബിറ്റ് സൈഡും വൈൽ പേയ്മെന്റ്സ് ആർ എൻറ്റർഡ് ഇൻ ദ ക്രെഡിറ്റ് സൈഡ്. പേയ്മെന്റ് ക്രെഡിറ്റ് സൈഡും ആയിരിക്കും. Then it shows the total amount of all receipt and payments irrespective of the period. ഏത് പീരീഡിലാണെന്ന് നോക്കാണ്ട് എല്ലാ റെസിപ്റ്റ് ഉണ്ടാവും, എല്ലാ പേയ്മെന്റ്സ് ഉണ്ടാവും. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് വെദർ ദേ ആർ ഓഫ് ക്യാപിറ്റൽ നാച്ചർ ഓർ റവന്യൂ നേച്ചർ. ക്യാപിറ്റൽ ആയാലും റവന്യൂ ആയാലും ഉണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? റവന്യൂ നേച്ചറിന്റെ മാത്രമാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുകയുള്ളൂ. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഈ രണ്ട് നേച്ചറും ഉണ്ടാവും. ഓക്കെ. നിങ്ങൾക്ക് ഈ നേച്ചർ എന്താണെന്ന് അറിയില്ലെങ്കിൽ പ്ലീസ് വിസിറ്റ് പാർട്ട് 4. ഓക്കെ. Then, no distinction is made in respect to payment made in cash through bank with the expression of the opening and closing balance. ഓപ്പണിങ്ങും ക്ലോസിംഗ് ബാലൻസും ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അത് ക്യാഷ് ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബാങ്കിൽ കൊടുക്കുക, എന്തായാലും നമ്മളത് ഒരുമിച്ചാണ് കാണുന്നത്. ക്യാഷ് സെപ്പറേറ്റ്, ബാങ്ക് സെപ്പറേറ്റ് അങ്ങനെ കാണുന്നില്ല. The total amount of each receipt and payment is shown in this account. Okay. Non-cash items such as depreciation, outstanding expenses, accrued income, etc. are shown in these accounts. ഇതൊന്നും നമുക്ക് കാണിക്കില്ല. ക്യാഷ് അല്ലാത്ത ഐറ്റംസ് കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനകത്ത് കാണിക്കാനായിട്ട് പാടില്ല. ഓക്കെ.
ഇറ്റ് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. തുടങ്ങുന്നത് ഡെബിറ്റ് സൈഡിൽ എന്താണ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് അത് ക്രെഡിറ്റ് സൈഡിൽ. ക്ലോസസ് വിത്ത് എ റെന്റ് ബാലൻസ് ഓഫ് ക്യാഷ് ക്രെഡിറ്റ് സൈഡ്, അല്ലെങ്കിൽ എന്താണ് ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് ഡെബിറ്റ് സൈഡിൽ. ക്ലോസിംഗ് ബാലൻസ് ഇൻ ദിസ് അക്കൗണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് വിച്ച് ഇസ് യൂഷ്വലി ഡെബിറ്റ് ബാലൻസ്. സാധാരണയായി ഡെബിറ്റ് സൈഡിലാണ് കാണുക. റിഫ്ലെക്ട്സ് ക്യാഷ് ഇൻ ഹാൻഡ്. അതിന്റെ അർത്ഥം എന്താ? അത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്, നമ്മുടെ കയ്യിലുള്ള പൈസയാണ്. എന്തില്ലെങ്കിൽ ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് ഇല്ലെങ്കിൽ. ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, സോ ദിസ് അബൌട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. നമുക്ക് ഒന്നും കൂടി റിവ്യൂ ചെയ്യാം. നമ്മൾ മെയിനായിട്ട് ഇത്രയാണ് പറയുന്നത്. റെസിപ്റ്റ്, അതിനകത്ത് ബാലൻസ് ബി ഡി, പേയ്മെന്റിൽ ബാലൻസ് സി ഡി, ദെൻ ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ പേയ്മെന്റ്, റവന്യൂ റെസിപ്റ്റ്, റവന്യൂ പേയ്മെന്റ്സ്. ഓക്കെ, ഇനി കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ സപ്പോസ് ക്രെഡിറ്റ് സൈഡ് മോർ ആണെങ്കിൽ, കൂടുതലാണെങ്കിൽ ഇവിടെ ബാലൻസ് വരും. അങ്ങനെ നമ്മളിങ്ങനെ ഈ ബാലൻസ് എമൗണ്ട് ഇവിടെ എഴുതി ഇതിനെ ക്ലോസ് ചെയ്യണം. എന്തും പറഞ്ഞ് എഴുതും? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ക്ലിയർ? ദെൻ പിറ്റേ വർഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ബി ഡി അന്ന് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുകയും വേണം. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇതാണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ബാലൻസ് ബി ഡി ഫസ്റ്റ് നമ്മൾ എഴുതണം. ക്യാഷ് ഇൻ ഹാൻഡ് സെപ്പറേറ്റ്, ക്യാഷ് ഇൻ ബാങ്ക് സെപ്പറേറ്റ് നമ്മളിലുണ്ടെങ്കിൽ. സബ്സ്ക്രിപ്ഷൻസ് കാണിക്കുക, ജനറൽ ഡൊണേഷൻസ്, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, അങ്ങനെ എല്ലാ റെസിപ്റ്റുകളും പെറുക്കി എഴുതാം. ദെൻ പേയ്മെന്റ്സിൽ ബാലൻസ് ബി ഡി, ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ കാണിക്കുക. പിന്നെ എല്ലാ പേയ്മെന്റ്സ് പെറുക്കി എഴുതുക. ലാസ്റ്റ് ബാലൻസ് സി ഡി. കഴിഞ്ഞിട്ടില്ല ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, അങ്ങനെ എൻട്രൻസ് ഫീസ്, അങ്ങനെ ലാസ്റ്റ് ഇവിടെ വരുന്നത് ബാലൻസ് ബി ഡി നമ്മൾ ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് ആയിട്ട് കാണിക്കുക. ഓക്കെ, visit part 6 receipt and payments account problems. Okay, thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.